സ്വർണ്ണ-വെള്ളി വിപണി വിശകലനം. നമസ്കാരം. ഇന്ന് 2026 മാർച്ച് 30. ആഗോള സാമ്പത്തിക വിപണി ഇന്ന് ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ആഭരണപ്പെട്ടികളിലേക്കോ നിക്ഷേപ രേഖകളിലേക്കോ ഇന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടാകും. സ്വർണവും വെള്ളിയും വെറും ലോഹങ്ങളല്ല, മറിച്ച് ലോകരാജ്യങ്ങളുടെ ആശങ്കയുടെ അളവുകോലുകളായി മാറിയിരിക്കുന്നു. മലയാളിയുടെ ജീവിതത്തിൽ സ്വർണം എന്നത് വെറുമൊരു അലങ്കാരമല്ല, അതൊരു വികാരമാണ്, കരുതലാണ്. നമ്മുടെ പഴയ തലമുറ പറയാറുള്ളതുപോലെ ആപത്തുകാലത്ത് അറ്റകൈക്ക് സ്വർണം എന്ന തത്വം അന്വർത്ഥമാകുന്ന കാലമാണിത്. എന്നാൽ ഇന്ന് സാധാരണക്കാരൻ എത്തിപ്പിടിക്കാനാവാത്ത വിധം സ്വർണ്ണവില ആകാശത്തോളം ഉയർന്നിരിക്കുന്നു. ലണ്ടൻ അല്ലെങ്കിൽ ന്യൂയോർക്ക് വിപണികളിൽ വില കുറയുമ്പോഴും നമ്മുടെ കേരളത്തിലെ വിപണിയിൽ വില താഴാത്തത് എന്തുകൊണ്ടാണ്? ഏപ്രിൽ മാസത്തിലെ വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർ ഇപ്പോൾ തന്നെ വാങ്ങണമോ അതോ ഇനിയും വില കുറയുമോ? നമുക്ക് പരിശോധിക്കാം. ആഭരണ സ്വർണ്ണവില വിപണിയിലെ യാഥാർത്ഥ്യം. നമ്മുടെ കീശയെ ബാധിക്കുന്ന കണക്കുകൾ ആദ്യം നോക്കാം. ഇന്ന് കേരളത്തിലെ വിപണിയിൽ ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 13,575 രൂപയാണ്. അതായത് ഒരു പവൻ 8 ഗ്രാം സ്വർണത്തിന് 1,08,600 രൂപ. എന്നാൽ നിങ്ങൾ ഒരു ജ്വല്ലറിയിൽ പോകുമ്പോൾ ഈ വിലയ്ക്ക് പുറമെ പണിക്കൂലി, കേസരി മേവയം, വേസ്റ്റേജ്, കൂടാതെ 3% GST എന്നിവ കൂടി നൽകേണ്ടിവരും. ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു പവൻ ആഭരണത്തിന് ഏകദേശം 1,25,000 രൂപയോളം നൽകേണ്ടിവരുന്നു. നിക്ഷേപത്തിനായുള്ള 24 കാരറ്റ് സ്വർണത്തിന് 10 ഗ്രാമിന് ഏകദേശം 1,48,080 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ആഗോള വിപണിയിൽ നേരിയ ഇടിവുണ്ടായിട്ടും ഇവിടെ വില കുറയാത്തതിന് പ്രധാന കാരണം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 94.87 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയതാണ്. ആഗോള സാഹചര്യം. യുദ്ധകാലത്തെ കുതിപ്പ്. ലോകമെങ്ങും ഇന്ന് പടർന്നുപിടിക്കുന്നത് ജാഗ്രതയോടെയുള്ള ഭീതി മബറ്റം ആണ്. അമേരിക്ക-ഇറാൻ സംഘർഷം മുറുകുന്നതോടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 കടന്നു. സാധാരണഗതിയിൽ ഇത് സ്വർണ്ണവില കുതിച്ചുയരാൻ കാരണമാകേണ്ടതാണ്. എന്നാൽ നിക്ഷേപകർ ഓഹരി വിപണിയിലെ നഷ്ടം നികത്താൻ സ്വർണം വിറ്റഴിക്കുന്ന മേംതെ വിചിത്രമായ ഒരു രീതിയും ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ജനുവരിയിൽ $5,589 ആയിരുന്ന ഔൺസ് വില ഇന്ന് $4,467 താഴ്ന്നത്. എന്നാൽ ഈ കുറവിൽ വഞ്ചിതരാകരുത്. JP മോർഗൻ പോലുള്ള സ്ഥാപനങ്ങൾ വർഷാവസാനത്തോടെ ഔൺസിന് $5,400 വരെ വില പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് വിലയിടിവല്ല, മറിച്ച് അടുത്ത കുതിപ്പിന് മുന്നോടിയായുള്ള ചെറിയൊരു ഇടവേള മാത്രമാണ്. മാറിവരുന്ന ശീലങ്ങൾ. 2026 മലയാളിയുടെ സ്വർണം വാങ്ങുന്ന രീതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. വീടുകളിലെ ആഭരണ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നത് 25% കുറഞ്ഞു. ആളുകൾ ഇപ്പോൾ 18 കാരറ്റ് അല്ലെങ്കിൽ 14 കാരറ്റ് ആഭരണങ്ങളിലേക്കും ലൈറ്റ് വെയ്റ്റ് ഡിസൈനുകളിലേക്കും ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞു. അതേസമയം ഡിജിറ്റൽ ഗോൾഡ് ETF നിക്ഷേപങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു. ആഭരണങ്ങളെക്കാൾ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾക്കാണ് ഇന്നത്തെ നിക്ഷേപകർ മുൻഗണന നൽകുന്നത്. ഏപ്രിൽ മാസത്തെ പ്രവചനം. ഏപ്രിൽ ആദ്യവാരം എന്ത് സംഭവിക്കും? പുതിയ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ വിപണിയിൽ വലിയ വ്യതിയാനങ്ങൾ പ്രതീക്ഷിക്കാം. അക്ഷയതൃതീയയും വിവാഹ സീസണും വരുന്നതിനാൽ കേരളത്തിൽ സ്വർണ്ണവില പവൻ 1,05,000 രൂപ താഴെ പോകാൻ സാധ്യത തീരെ കുറവാണ്. വെള്ളി കിലോയ്ക്ക് 2.44 രൂപ ലക്ഷം എന്ന നിരക്കിൽ തുടരുന്നു. ഏപ്രിൽ ആദ്യവാരം സ്വർണത്തേക്കാൾ വലിയ ലാഭം വെള്ളി നൽകിയേക്കാം. നിക്ഷേപകർക്കുള്ള നിർദ്ദേശം. ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? വിവാഹ ആവശ്യങ്ങൾ ഉള്ളവർ, ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളവർ വില ഇനിയും കുറയുമെന്ന് കരുതി കാത്തിരിക്കരുത്. ഇപ്പോൾ കാണുന്ന ഈ ചെറിയ വിലക്കുറവ് പ്രയോജനപ്പെടുത്തി ആഭരണങ്ങൾ ബുക്ക് ചെയ്യുന്നതാണ് ബുദ്ധി. നിക്ഷേപകർ, കയ്യിലുള്ള തുക മുഴുവൻ ഒറ്റയടിക്ക് നിക്ഷേപിക്കാതെ SIP രീതി പിന്തുടരുക. വിപണിയിലെ ഈ താഴ്ന്ന നിരക്കുകളിൽ കൃത്യമായ ഇടവേളകളിൽ നിക്ഷേപിക്കാൻ ഗോൾഡൻ ട്രേഡ്സ് നിർദ്ദേശിക്കുന്നു. കുറഞ്ഞ വിലയിൽ സ്വർണം എന്നത് ഇനി ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. നാം $5,000 യുഗത്തിലാണ് ജീവിക്കുന്നത്. രൂപയുടെ മൂല്യം ഇടിയുമ്പോഴും യുദ്ധഭീതി നിലനിൽക്കുമ്പോഴും സ്വർണം വെറുമൊരു ആഡംബരമല്ല, അത് നിങ്ങളുടെ സാമ്പത്തിക കവചമാണ്. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് കരുതാതെ സ്വർണം പോലെ സുരക്ഷിതമായ ആസ്തികളിൽ കൃത്യസമയത്ത് നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കും.